إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിലൂടെ നമ്മെ അറിയിച്ചു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ മതമെന്നാൽ, ദീനെന്നാൽ അത് ഇസ്ലാം മാത്രമാകുന്നു. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ദീനിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. അൽഹംദുലില്ലാഹ്. നമ്മൾ ഓരോരുത്തരും യഥാർത്ഥത്തിൽ ഇസ്സത്തിലാണ്, പ്രതാപത്തിലാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിലൂടെ നമുക്ക് പ്രതാപം നൽകിയിരിക്കുന്നു. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ പ്രസിദ്ധമായ വാക്ക് നമുക്കിപ്രകാരം കാണാം: ഇന്നാ കുന്ന അദല്ല ഖൗമിൻ ഫഅഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം ഫമഹ്മാ നത്ലുബുൽ ഇസ്സത ബിഗൈരി മാ അഅസ്സന അല്ലാഹു ബിഹി അദല്ലന അല്ലാഹ്. തീർച്ചയായും നമ്മൾ നിന്ദ്യരായിരുന്ന, നിന്ദിക്കപ്പെട്ടിരുന്ന അങ്ങനെയുള്ള ഒരു ജനവിഭാഗമായിരുന്നു, ആളുകളായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാമിലൂടെയാണ്, പരിശുദ്ധ ഇസ്ലാം കൊണ്ടാണ് നമുക്ക് ഇസ്സത്ത്, പ്രതാപം നൽകിയത്. സഹോദരങ്ങളെ, ഇരുണ്ട യുഗത്തിൽ ജീവിച്ചിരുന്ന, ഒരാളും വിലവെക്കാതിരുന്ന അങ്ങനെയുള്ള അറബികൾ പിന്നീടത ലോകത്തിന് മാതൃകാ യോഗ്യരായി തീർന്നു. പേർഷ്യയും റോമും കീഴടക്കാൻ മാത്രം വലിപ്പമുള്ള ഏത് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്കും അഭിമാനത്തോടെ കയറി ചെല്ലാൻ മാത്രമുള്ള ഇസ്സത്ത്, പ്രതാപം, അന്തസ്, അഭിമാനം അള്ളാഹു നൽകുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, ഈ ഇസ്സത്താകുന്ന പരിശുദ്ധ ദീൻ അതല്ലാത്തതാണ് ആരെങ്കിലും അന്വേഷിച്ചു ചെല്ലുന്നത് എങ്കിൽ
പഴയ നിന്ദതയിലേക്കും പതിത്വത്തിലേക്കും അപമാനത്തിലേക്കും അല്ലാഹു തആല അവരെ കൊണ്ടെത്തിക്കും. സഹോദരങ്ങളെ, ഇതെത്ര അർത്ഥവത്തായ വാക്കുകളാണ് എന്ന് നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അത് അഭിമാനമാണ്, പ്രതാപമാണ്. എന്തുകൊണ്ട്? കാരണം പൂർത്തീകരിക്കപ്പെട്ട മതമാണിത്. അല്ലാഹു അനുഗ്രഹമായി സമ്പൂർണമാക്കി തന്ന ദീനാണിത്. ഈ ദീനിൻ്റെ ആദ്യത്തെ കാര്യം മുതൽ അവസാനത്തെ കാര്യം വരെ ഏറ്റവും മഹത്തരമാണ്, ഏറ്റവും നീതിപൂർണമാണ്, എല്ലാ അർത്ഥത്തിലും യുക്തിപൂർണമാണ്. അങ്ങനെയുള്ള ഒരു മതത്തിലാണ്, ഒരു ദീനിലാണ് സഹോദരങ്ങളെ നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീൻ പ്രബോധനം ചെയ്യാൻ പറഞ്ഞയച്ചത് മനുഷ്യരിൽ ഏറ്റവും നല്ല ആളുകളെയാണ്, അഥവാ അമ്പിയാക്കളെ, നബിമാരെയാണ്. പാപസുരക്ഷിതരായ ആളുകളെയാണ് ഈ ദീനിൻ്റെ പതാകവാഹകരായി അള്ളാഹു നിയോഗിച്ചത്. അവർക്ക് അള്ളാഹു നൽകിയ സ്വഹാബത്ത്, അവരുടെ അനുയായികൾ എന്നത് ഏറ്റവും നല്ലവരായിരുന്നു. അവരിൽ വിശ്വസിച്ച് അവരെ പിന്തുടർന്ന ആളുകൾ. നമ്മിലേക്ക് അള്ളാഹു അയച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകർക്ക് മുഴുവനും കാരുണ്യമാണ്. അവിടുന്ന് കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ്. അവിടുന്ന് കൊണ്ടുവന്ന ശരീഅത്ത് ഏറ്റവും പരിപൂർണമാണ്, ഏറ്റവും മഹത്തരമാണ്, എല്ലാ അർത്ഥത്തിലും എളുപ്പമുള്ള ദീനാണ് അള്ളാഹുവിൻ്റെ ദീൻ. അള്ളാഹു ഈ ദീൻ നമുക്ക് പഠിപ്പിച്ചു തരാൻ ഇറക്കിയിട്ടുള്ള കിതാബുകൾ, നമ്മിലേക്ക് അള്ളാഹു അയച്ച കിതാബ് പരിശുദ്ധ ഖുർആൻ, മാനവരാശിക്ക് നന്മകളല്ലാതെ മറ്റൊന്നും സമർപ്പിച്ചിട്ടില്ല. വിമർശിക്കാൻ പോലും വായിച്ചവർ പിന്നീട് അതിലേക്ക് കീഴൊതുങ്ങുക എന്നതല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഈ ദീൻ, ഈ പരിശുദ്ധ ഇസ്ലാം, അതിൽ നാം ഇസ്സത്ത് കാണേണ്ടതുണ്ട്. ഈ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹു പറയുന്നു, ഫമനിത്തബഅ ഹുദായ, ആരാണോ എൻ്റെ സന്മാർഗം അത് പിന്തുടരുന്നത്, ഫലാ യദില്ലു വലാ യഷ്ഖാ, അവൻ വഴിപിഴച്ചു പോവുകയില്ല, അവൻ ദൗർഭാഗ്യവാനായി പോവുകയില്ല. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, ഫമൻ തബിഅ ഹുദായ, ആര് എൻ്റെ ഹിദായത്ത് സന്മാർഗം അത് പിന്തുടർന്നുവോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവൻ യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവൻ ദുഃഖിക്കേണ്ടതില്ല. സഹോദരങ്ങളെ, പരിശുദ്ധ ദീൻ, അള്ളാഹുവിൻ്റെ ദീൻ, അത് വിട്ട് മറ്റുള്ള ആദർശത്തിലേക്ക്, മറ്റുള്ള പ്രത്യയശാസ്ത്രത്തിലേക്ക്, മറ്റുള്ള ദീനുകളിലേക്ക് ചായ്ഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ അവസ്ഥ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. ആരാണോ ഇസ്ലാം അല്ലാത്ത മറ്റു വല്ല ആദർശവും അന്വേഷിച്ചു ചെന്നത്, ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്ന് യാതൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, പരലോകത്താവട്ടെ അവൻ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യും. സഹോദരങ്ങളെ, ഈ പ്രതാപമുള്ള അന്തസ്സുള്ള ഈ ആദർശം വിട്ട് മറ്റുള്ള ആദർശത്തിലേക്ക് പോവുക എന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെ അത് നിന്ദ്യതയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നിന്ദിക്കുക തന്നെ ചെയ്യും. കാരണം ഈ ഹുദ, ഈ സന്മാർഗം, അത് സ്വീകരിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർമ്മങ്ങളെക്കുറിച്ച് അല്ലാഹു പറയുന്നു, വല്ലദീന കഫറൂ അഅമാലുഹും കസറാബിൻ ബിഖീഅത്തിൻ യഹ്സബുഹു الظمآن മാഅ. അവിശ്വാസികൾ, കാഫറുകൾ, സത്യനിഷേധികൾ, അവരുടെ കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം മരുഭൂമിയിലെ മരീചിക പോലെയാണ്. ദാഹിച്ചു വലഞ്ഞവൻ ദൂരെ നിന്ന് മരുഭൂമിയിൽ ദൂരെ അങ്ങേയറ്റത്ത് നോക്കുമ്പോൾ അവൻ കാണുക നിറഞ്ഞു നിൽക്കുന്ന വെള്ളം പോലെ ഒരു സമുദ്രം എന്നോണം അവന് തോന്നിപ്പോകും. ഹത്താ ഇദാ ജാഅഹു, എന്നാൽ നടന്ന് നടന്ന് അവൻ അതിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ലം യജിദുഹു ശൈആ, അവന് യാതൊന്നും കാണാൻ സാധിക്കുകയില്ല. ഇതുപോലെയാണ് സഹോദരങ്ങളെ സത്യനിഷേധികളുടെ കർമ്മങ്ങളുടെ അവസ്ഥ.
അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഉദാഹരിച്ചത് നോക്കൂ നിങ്ങൾ. എത്ര മനോഹരമായിട്ടാണ്. ചിന്തിക്കാൻ മാത്രം ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ എത്ര സത്യമാണെന്ന് നിങ്ങൾ നോക്കൂ. അർത്ഥശൂന്യമായ വിശ്വാസ കർമ്മ ആചാരങ്ങളിലേക്ക് അന്തസ്സും പ്രതാപവും എല്ലാ അർത്ഥത്തിലുള്ള പരിപൂർണതയും കൈവരിച്ചിട്ടുള്ള ദീനിന്റെ ആളുകൾ ചെല്ലുക എന്നത് എത്ര നിന്ദ്യമായ കാര്യമാണ് സഹോദരങ്ങളെ. അല്ലാഹു പറയുന്നു, വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനല്ലാത്ത മറ്റുള്ള ആദർശങ്ങൾ സ്വീകരിച്ച് അങ്ങനെ പ്രവർത്തിച്ച് അതിലായി മരിച്ചു പരലോകത്ത് വന്ന ആളുകളുടെ കർമ്മങ്ങൾ പരലോകത്ത് അല്ലാഹു കൊണ്ടുവരും. എന്നിട്ട് അതിനെ ചിതറിയ ധൂളികൾ പോലെ ആക്കി തീർക്കുമെന്നാണ്. അഥവാ സഹോദരങ്ങളെ, ചിതറിയ ധൂളികൾ എന്ന് പറഞ്ഞാൽ നല്ല വെളിച്ചമുള്ള പ്രകാശമുള്ള ഒരു സ്ഥലത്തേക്ക് നാം നോക്കിയാൽ മൺതരികൾ പാറിപ്പറക്കുന്നത് കാണാം. ആ മൺതരികൾ കൊണ്ട് ഒരു ഉപകാരവുമില്ല, അതൊന്നിനും കൊള്ളുകയില്ല എന്നതുപോലെ പരലോകത്തൊരു ഉപകാരവുമില്ലാത്ത കർമ്മങ്ങളാണ് അത്തരം ആളുകളുടേത്. എന്നിരിക്കെ പ്രിയമുള്ളവരെ, എന്നിരിക്കെ സഹോദരങ്ങളെ, എങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനങ്ങൾ മറന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനല്ലാത്ത മറ്റു ദീനിനോട് നമുക്ക് ചായ്വ് തോന്നുക? മുസ്ലിം ഉമ്മത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് പ്രിയമുള്ളവരെ നമ്മൾ കാണുകയുണ്ടായി. എത്ര ഖേദകരമായ അവസ്ഥകളിലേക്കാണ് നമ്മുടെ സമുദായം അധപ്പതിച്ചു പോകുന്നത് എന്ന് നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തൊരു ദുരവസ്ഥയാണ്, എന്തൊരു നിന്ദ്യതയും പതിത്വവുമാണ് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? മറ്റുള്ള എല്ലാ സമുദായങ്ങളെക്കാൾ ശ്രേഷ്ഠത നൽകിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച് നൽകിയ ഉമ്മത്ത് അതാ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ സല്യൂട്ട് നൽകുന്നു, എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്നു. വർഷം 10 നമ്മളിത് തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ആളുകളിലേക്ക് എത്തിയത് എന്ന് അഭിമാനം കൊള്ളുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയുടെ വക്താക്കൾ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മറ്റുള്ള ആളുകൾ വിശന്നു വലഞ്ഞവൻ ഭക്ഷണത്തളികയിലേക്ക് എപ്രകാരമാണോ കൈകൾ നീട്ടുന്നത് അതുപോലെ മുസ്ലിം സമുദായത്തിന് നേർക്ക് കൈനീട്ടുന്ന ഒരു കാലം വരാനിരിക്കുന്നു എന്ന് താക്കീത് നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്കത് കാണാം. സ്വഹാബത്ത് ചോദിക്കും, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അന്ന് നമ്മൾ എണ്ണത്തിൽ കുറവായത് കൊണ്ടാണോ, നമ്മൾ കുറച്ച് ആളുകൾ മാത്രം ഉള്ളത് കൊണ്ടാണോ അങ്ങനെ മറ്റുള്ളവർ നമ്മെ ഉപദ്രവിക്കുന്നത്, നമ്മെ നാടുകടത്താൻ നോക്കുന്നത്, നമ്മുടെ അവകാശങ്ങൾ ഹനിക്കാൻ നോക്കുന്നത് എന്ന അർത്ഥത്തിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, അല്ല, ബൽ അൻതും കസീർ, നിങ്ങൾ ധാരാളം ഉണ്ടാകുമെന്ന്. പക്ഷേ നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ അവസ്ഥ ഗുസാഉൻ കഗുസാഇ സൈൽ, അഴുക്കുചാലിലൂടെ ഒഴുകി വരുന്ന ആ വെള്ളത്തിന് മുകളിൽ അടിഞ്ഞുകൂടിയ അവശിഷ്ടങ്ങൾ പോലെ അങ്ങനെയുള്ള ഒരവസ്ഥയായിരിക്കും മുസ്ലിം സമുദായത്തിൻ്റേത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ആ ഒരവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് അധപ്പതിച്ചു പോയാൽ പിന്നെ ഇവിടെയുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഏത് വിഷയങ്ങൾ വന്നാലും മുസ്ലിമീങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നതിൽ എന്തത്ഭുതമാണുള്ളത്? ആരാണ് ഈ നിന്ദതയും പതിത്വവും മുസ്ലിം സമുദായത്തിന് സമ്മാനിക്കുന്നത്? ഈ നിന്ദതയിലേക്കും പതിത്വത്തിലേക്കും എത്തിക്കുന്നത് ഈ സമുദായത്തിലെ പണ്ഡിത പുരോഹിതന്മാരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ദീനിലാണുള്ളത് എന്ന അഭിമാനം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇസ്സത്തിൻ്റെ ആളുകളാണ് നമ്മൾ. ഈ ദീനിൽ മാത്രമാണ് നമുക്ക് ഇസ്സത്തുള്ളത്. ഇതല്ലാത്ത ആദർശത്തിലേക്ക് നമ്മൾ ചാഞ്ഞുപോയാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ നിന്ദിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ നോക്കൂ, എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ചയിൽ വരുന്നത്. മുസ്ലിം സമുദായത്തിൻ്റെ ഏതൊരു ചെറിയ വിഷയവും വാർത്തയാക്കാൻ വാർത്താ മാധ്യമങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ്. ഏത് വിഷയവും
അത് വർഗീയവൽക്കരിക്കാൻ, അതിനെ ഭീകരവാദത്തിൻ്റെ ചാപ്പകുത്താൻ, അങ്ങനെ എല്ലാ അർത്ഥത്തിലും മുസ്ലിം സമുദായത്തിൻ്റെ ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് സഹോദരങ്ങളെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ച് ഈ ദീനിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കുക എന്നതിലാണ് നമ്മുടെ വിജയം. കാരണം നേരത്തെ നമ്മൾ കേട്ട ആയത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ, വഴിതെറ്റി പോവുകയില്ല, ഭാഗ്യം കെട്ടുപോവുകയില്ല, ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. കാരണം ഈ ദീൻ അത് അള്ളാഹുവിൻ്റെ ഹുദയാണ്. ഇത് അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കും. പക്ഷെ ഞാനും നിങ്ങളും ആ ദീനിൽ ഉണ്ടാവുമോ എന്നതാണ് സഹോദരങ്ങളെ നമ്മൾ ഭയപ്പെടേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് ശക്തമായ താക്കീത് നൽകിയ നിരവധി ഹദീസുകൾ കാണാം. അവിടുന്ന് പറഞ്ഞതായി കാണാം, ലാ തഖൂമു സാഅ, അന്ത്യനാൾ സംഭവിക്കുകയില്ല, ഹത്താ തഅഖുദ ഉമ്മതി ബിഅഖ്ദിൽ ഖുറൂനി ഖബ്ലഹ, പൂർവികരായ സമുദായങ്ങളുടെ ചര്യകൾ അത് ഏറ്റെടുക്കുന്നത് വരേക്കും, ശിബ്റൻ ബിശിബ്ർ, ചാണിന് ചാണായി, വദിറാഅൻ ബിദിറാ, മുഴത്തിന് മുഴമായി. സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, കഫാരിസി വറൂം, പേർഷ്യക്കാരും റോമക്കാരും അഥവാ യഹൂദ നസാറാക്കളെ കുറിച്ചാണോ? അവരുടെ ചര്യകൾ ഈ ഉമ്മത്ത് ഏറ്റെടുക്കും, പിൻപറ്റും എന്നാണോ അങ്ങ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, അവരല്ലാതെ പിന്നെ മറ്റാരാണ്? അഥവാ അവരുടെ യഹൂദ നസാറാക്കളുടെ ചര്യകൾ ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി ഈ സമുദായം പിൻപറ്റുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകുകയാണ്. സഹോദരങ്ങളെ, അതാണ് നമ്മൾ കാണുന്നത്. തിരുത്തിറവി എന്നത് നസാറാക്കൾക്കുണ്ട്, അതേ പേര് തിരുപ്പിറവി എന്ന പേരിൽ ഇതാ നമ്മുടെ സമൂഹവും ഏറ്റെടുത്തിരിക്കുന്നു. അവിടെ ഗാനമേളകളുണ്ട്, പാട്ടും കൂത്തുമുണ്ട്. നമ്മുടെ സമുദായത്തിലും സമാനമായ പരിപാടികളുണ്ട്. അവിടെ റാലിയുണ്ട്, നമ്മുടെ സമുദായത്തിലും അതാ റാലിയുണ്ട്. അവിടെ എന്തൊക്കെയുണ്ടോ ഉത്സവങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളുമുണ്ടോ, അതേപോലെ ആണ്ടും ഉറൂസും നേർച്ച എന്ന പേരിൽ ഉത്സവ കോലാഹലങ്ങൾ, ആന വിരണ്ടോടൽ തുടങ്ങി എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇതാ നമ്മുടെ സമുദായത്തിലും. ഇങ്ങനെ ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി മുസ്ലിം സമുദായം മറ്റുള്ള സമുദായത്തെ പിൻപറ്റും, അനുകരിക്കും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുകയാണ്. ആ അവസരത്തിൽ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. മുസ്ലിം സമുദായം, സഹോദരി സഹോദരന്മാർ, നമ്മൾ ഓരോരുത്തരും ഫിത്നകൾ നിറഞ്ഞ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ശബ്ദിച്ചാൽ, സത്യം പറഞ്ഞാൽ ക്രൂശിക്കപ്പെടുന്ന, ഒറ്റപ്പെടുത്തപ്പെടുന്ന കാലഘട്ടത്തിൽ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് എന്ന് നമ്മൾ ഓർക്കുക. തീക്കട്ട കയ്യിൽ പിടിച്ചവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? അത് സഹോദരങ്ങളെ അക്ഷരാർത്ഥത്തിൽ പുലരുക അള്ളാഹുവിൻ്റെ ദീൻ നമ്മൾ മുറുകെ പിടിക്കുമ്പോഴാണ്. അപ്പോഴാണ് നമുക്ക് വിജയം, അതിലാണ് നമ്മുടെ അന്തസ്, അതിലാണ് നമ്മുടെ പ്രതാപം. ഇസ്ലാമിൽ മുസ്ലിമീങ്ങളിൽ വിരലിലെണ്ണാൻ മാത്രമുള്ള മുസ്ലിമീങ്ങൾ മാത്രമുണ്ടായിരുന്ന കാലഘട്ടം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന രംഗത്ത് ആദ്യത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് അള്ളാഹു ഇസ്സത്തും പ്രതാപവും അധികാരവും അന്തസ്സും എല്ലാം നൽകി, ദീൻ പാലിക്കാനുള്ള അവസരം നൽകി, എല്ലാവിധ സ്വാതന്ത്ര്യവും നൽകി, അള്ളാഹുവിൻ്റെ സഹായം വന്നിറങ്ങി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിൽ ഇങ്ങനെയുള്ള ഫിത്നകൾ നിറഞ്ഞ കാലഘട്ടത്തിലും സത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു വിഭാഗത്തെ എല്ലാ കാലത്തും നിശ്ചയിക്കും എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അത്വാഇഫത്തുൽ മൻസൂറ അഥവാ സഹായിക്കപ്പെടുന്ന കക്ഷി, വിജയം ലഭിച്ച കക്ഷി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ആളുകൾ, യഥാർത്ഥ വിശ്വാസികൾ, യഥാർത്ഥ സത്യപാതയുടെ ആളുകൾ, അതിൽ നമ്മൾ ഉൾപ്പെടാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. അതിന് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ഈ ദീൻ മുറുകെ പിടിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യം സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഓർമ്മിക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം. അള്ളാഹു പറഞ്ഞില്ലേ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ,
നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ അതുപോലെ നിങ്ങളുടെ കുടുംബത്തെ നരകത്തിൽ നിന്നും കാത്തുകൊള്ളുക. നമ്മുടെ സ്വന്തത്തെ നമ്മൾ കാക്കേണ്ടതുണ്ട്. അഥവാ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം കാര്യം നമ്മൾ നോക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യം അവരെ പഠിപ്പിക്കുകയും അവർക്ക് മര്യാദകൾ പഠിപ്പിക്കുകയും ഈ ദീനിൻ്റെ വിജ്ഞാനം നൽകുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കൺമുന്നിൽ നിന്ന് ഇസ്ലാമിൻ്റേതല്ലാത്ത ഒരു വേഷം ധരിച്ച് ഒരു വസ്ത്രം ധരിച്ച് അങ്ങനെ നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ ഉത്തരവാദിത്വത്തിന് കീഴിലുള്ളവർ ഇറങ്ങിപ്പോവുക എന്നത് ഉണ്ടാവാൻ പാടില്ല സഹോദരങ്ങളെ. നമ്മുടെ കൺമുന്നിൽ ഹറാമുകൾ സംഭവിക്കാൻ പാടില്ല സഹോദരങ്ങളെ. നമ്മുടെ കാശുകൊണ്ട് ഇൻ്റർനെറ്റ് കൊണ്ട് അതിലൂടെ ഹറാമിലേക്ക് വഴുതി വീഴുന്ന ഒരു യുവതലമുറ ഉണ്ടാവാൻ പാടില്ല സഹോദരങ്ങളെ. നമ്മുടെ പെൺമക്കൾ നമ്മുടെ കണ്ണെത്താ ദൂരത്ത് അവർക്ക് തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല സഹോദരങ്ങളെ. നമ്മുടെ മക്കൾ, നമ്മുടെ ആൺമക്കൾ, നമ്മുടെ പെൺമക്കൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരായി അങ്ങനെ നമ്മുടെ കൂടെ ഉണ്ടാവാൻ അതിന് നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനുള്ള വഴി നാം ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള മാതാപിതാക്കളായിരിക്കണം നമ്മൾ. നമ്മളൊന്നും അറിയില്ല, ഒരു തോന്നിയതുപോലെ അങ്ങനെ ജീവിക്കുന്നു, പുതിയ തലമുറയല്ലേ എന്നു പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞു പോയാൽ ഇവിടെ ചിരിച്ചൊപ്പിക്കാനും രക്ഷപ്പെടാനും സാധിക്കും. പക്ഷെ പരലോകത്ത് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞ ഉടനെ അള്ളാഹു നരകം ഓർമ്മപ്പെടുത്തി. കല്ലുകളും മനുഷ്യരുമാണ് അതിലെ ഇന്ധനങ്ങൾ. പരുഷരും കഠിന ഹൃദയരുമായ മലക്കുകൾ അതിലുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിക്കാത്ത കൃത്യമായി അനുസരിക്കുന്ന മലക്കുകൾ ആ നരകത്തിൻ്റെ പാറാവുകാരായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മുടെ കാര്യവും നമ്മുടെ മക്കളുടെ കാര്യവും നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യവും സഹോദരങ്ങളെ അള്ളാഹുവും അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയ പ്രമാണങ്ങൾ ഖുർആനും ഹദീസും ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ വിസ്മരിച്ച് ജീവിക്കുന്ന ആളുകളായി നമ്മൾ മാറിപ്പോവരുത്. കാരണം ഈ ദീൻ അത് നമുക്ക് വന്നു കിട്ടിയത് പരമ്പരാഗതമായി കിട്ടിയ ഒന്നല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അവൻ നമുക്ക് കനിഞ്ഞു നൽകിയതാണ്. അതിലായി മരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന നമുക്ക് സുപരിചിതമാണ്. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അള്ളാഹു എന്നെ മുസ്ലിമായി നീ മരിപ്പിക്കണേ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന റബ്ബി ജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അള്ളാഹു എന്നെയും എൻ്റെ മക്കളെയും ബിംബങ്ങളെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും നീ അകറ്റി നിർത്തണേ. റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി. അള്ളാഹുവേ, കൃത്യമായി നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ, എൻ്റെ മക്കളെയും ഉൾപ്പെടുത്തണേ. നബിമാരുടെ പ്രാർത്ഥനകളാണ് സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുക. അവരുടെ സ്വന്തം അതുപോലെ മക്കൾ അവരുടെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ രക്ഷിതാക്കളും കഴിഞ്ഞ ദിവസങ്ങളിൽ പലതിൻ്റെ പേരിലും ആടുന്ന പാടുന്ന തുള്ളുന്ന മുസ്ലിം നാമധാരികളായ ആൺ പെൺ കുട്ടികളെ, സ്ത്രീജനങ്ങളെ നമ്മൾ കണ്ടത് ഈ ഖൈറു ഉമ്മത്തിൽ നിന്നാണ് അവർ ഇറങ്ങിപ്പോയത്. ഈ ഖൈറു ഉമ്മത്തിലെ വീടുകളിൽ നിന്നാണ് അവർ ഇറങ്ങിപ്പോയത്. ഇതുപോലെയുള്ള മുസ്ലിം വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോയ ആണും പെണ്ണുമാണ് സകലജാതി കോമാളിത്തരവും റോഡുകളിലും ക്യാമ്പസുകളിലും ബസ്സുകളിലും തുടങ്ങി കാട്ടിക്കൂട്ടിയത്. നമ്മുടെ കൺമുന്നിൽ നിന്നാണ് ഇറങ്ങിപ്പോയത് എന്നത് സഹോദരങ്ങളെ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ മുന്നിൽ നാളെ ഈ മക്കൾ ഈ രക്ഷിതാക്കൾക്കെതിരിൽ പരാതി പറയുന്ന, അവർക്കെതിരിൽ വിരൽ ചൂണ്ടുന്ന ഒരു ദിവസം വരാനുണ്ട് എന്നോർമ്മിക്കുക. അന്ന് ഈ ചിരിച്ചതും ഈ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ് തള്ളിയതും വില പോവുകയില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. തൗഹീദുള്ളവരുടെ വീടുകളിൽ നിന്നുവരെ ഇതുപോലെയുള്ള ഇസ്ലാമിനെതിരായ
ഷിർക്കിലും കുഫ്റിലും അധിഷ്ഠിതമായ കാര്യങ്ങൾക്ക് പിന്നാലെ പോകുന്ന എത്ര ആളുകളുണ്ട് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ മരണം വരെ മുസ്ലിമായി മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാ ദിവസവും 17 തവണ നിർബന്ധമായി ഞാനും നിങ്ങളും അള്ളാഹുവിൻ്റെ മുന്നിൽ കൈകെട്ടിക്കൊണ്ട് പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹ, അത് യഥാർത്ഥത്തിൽ അതിൽ പ്രാർത്ഥനയുണ്ട്. ആ സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുന്ന മഹത്തായ പ്രാർത്ഥന ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവേ നേരായ പാതയിൽ നീ ഞങ്ങളെ വഴി ചേർക്കണേ എന്നാണ്. ഏതാണ് നേരായ പാത? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച, നിന്റെ അനുഗ്രഹം ലഭിച്ച ആളുകളുടെ മാർഗമാണത്. ആരാണ് അനുഗ്രഹം ലഭിച്ച ആളുകൾ? നബിമാരും സിദ്ദീഖുമാരും ശുഹദാക്കളും സാലിഹീങ്ങളും തുടങ്ങി ഏറ്റവും നല്ല ആളുകൾ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അല്ലാഹുവേ കോപത്തിനിരയായ യഹൂദരുടെ മാർഗത്തിൽ നീ ഞങ്ങളെ വഴിചേർക്കല്ലേ. വലദ്ദാലീൻ, വഴികേടിലായിപ്പോയ നസാറാക്കളുടെ മാർഗത്തിലും നീ ഞങ്ങളെ ചേർക്കല്ലേ. ഇന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നവരാണ്. ഇത് പ്രാർത്ഥിച്ച ഒരു മുസ്ലിമിന് എങ്ങനെയാണ് സഹോദരങ്ങളെ വഴികേടിൻ്റെ വക്താക്കളുടെ ആശയ ആദർശങ്ങളിലേക്ക് ചായാൻ സാധിക്കുക? ഇത് പ്രഭാതത്തിൽ സുബഹ് നിസ്കാരത്തിൽ പാരായണം ചെയ്തു പോയവനല്ലേ, പോയവളല്ലേ അള്ളാഹുവിൻ്റെ ദീനിനെതിരായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്? ഏതൊരു വിഭാഗത്തെ കോപിക്കപ്പെട്ടവർ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചുവോ, ഏതൊരു വിഭാഗത്തെ വഴികേടിലായി പോയവർ എന്ന് വിശേഷിപ്പിച്ചുവോ, അവരുടെ പാത ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിന്തുടർന്നാൽ എങ്ങനെ സിറാത്തുൽ മുസ്തഖീമിൽ ഉൾപ്പെടാൻ സാധിക്കും? നമ്മൾ ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട കാര്യമാണിത് സഹോദരങ്ങളെ. പണ്ഡിതന്മാർ പറഞ്ഞു, സാധാരണക്കാർ അവർ മനസ്സിലാക്കേണ്ടത് സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ ഈ പറയുന്നത് പ്രാർത്ഥനയാണ്, അള്ളാഹുവിനോടുള്ള ദുആണ്. അള്ളാഹുവേ എന്ന് വിളിച്ചുകൊണ്ട് നാം പറയുകയാണ് സത്യപാതയിൽ, നേരായ പാതയിൽ. ആ നേരായ പാത എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ വക്രതയില്ലാത്ത, വളവില്ലാത്ത, തെളിമയാർന്ന പരിശുദ്ധ ഇസ്ലാമിൻ്റെ അഹ്ലുസുന്നത്തിൻ്റെ പാതയാണ്. അതല്ലാത്ത മാർഗങ്ങളെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. നേരത്തെ നമ്മൾ ആയത്ത് കേട്ടു, മരുഭൂമിയിലെ മരീചിക പോലെ ഒന്നിനും കൊള്ളാത്ത പ്രവർത്തനങ്ങൾ, പുറമേക്ക് കാണുമ്പോൾ പളപളപ്പുകളും വലിയ വലിയ ആരവങ്ങളും ശബ്ദകോലാഹലങ്ങളും അല്പനേരത്തേക്ക് നൈമിഷികമായ ചില ആസ്വാദനങ്ങളുമൊക്കെ കാണും. മരുഭൂമിയിലെ ദൂരെ നിന്ന് നോക്കുമ്പോൾ മരീചിക പോലെ, ഒരു വെള്ളം തളം കെട്ടി നിൽക്കുന്നത് പോലെ അങ്ങനെ തോന്നിപ്പോകും. പക്ഷേ അതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഒന്നിനും കൊള്ളാത്ത, ഒന്നുമില്ലാത്ത ഒരവസ്ഥയായിരിക്കും. പരിശുദ്ധ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പുഞ്ചിരിക്ക് പോലും 1-10 പ്രതിഫലം നിശ്ചയിച്ച ഈ പരിപൂർണമായ ദീൻ ഉപേക്ഷിച്ച് ഒന്നിനും കൊള്ളാത്ത, ഒരു പ്രതിഫലവും ഇല്ലാത്ത, പരലോകത്ത് ഒന്നും കാണാൻ സാധിക്കാത്ത അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾക്ക്, അനാചാരങ്ങൾക്ക് പിന്നാലെ പോവുക എന്നത് അത് സമുദായത്തിലാണെങ്കിലും അതിൻ്റെ പുറത്താണെങ്കിലും എല്ലാം അതിൻ്റെ പരിധിയിൽ വരും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന 17 തവണ അള്ളാഹുവിനോട് ഇത് ദുആ ചെയ്യുന്ന ഞാനും നിങ്ങളും എന്താണ് പറയുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ, നമ്മുടെ കുടുംബത്തിലുണ്ടോ, നമ്മുടെ മക്കളിലുണ്ടോ? നമ്മൾ പരിശോധിക്കണം. നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ളവരാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നാളെ ചോദ്യം ചെയ്യപ്പെടും. നമ്മുടെ ഭാര്യയെക്കുറിച്ച്, നമ്മുടെ മക്കളെക്കുറിച്ച്,
നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ പരിധിയിലുള്ളവരെ കുറിച്ച് നാളെ അള്ളാഹു നമ്മളോട് ചോദിക്കും. നാടോടുമ്പോൾ നടുകയോടണ്ടേ എന്നാണ് ചില ആളുകൾ പറയുക. നാടോടിക്കോട്ടെ, പക്ഷെ നീ നടുകയോടേണ്ടവനല്ല, മറിച്ച് നീ ഇസ്ലാമിൻ്റെ മധ്യമ നിലപാട് മുറുകെ പിടിച്ച് ജീവിക്കേണ്ടവനാണ്. ഒരാളുമില്ലാത്ത, കൂടെ ആരുമില്ലാത്ത ഒറ്റയാൾ പോരാട്ടം നടത്തിയ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിൻഗാമിയാണ് നീ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് 6 or 7 ആളുകളാണ് കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള മഹാന്മാരായ നബിമാരുടെ പിൻഗാമികളാണ് ഞാനും നിങ്ങളും. അതിലാണ് അന്തസ്, അതിലാണ് പ്രതാപം. അതല്ലാത്തതിൽ ഒരന്തസ്സും ഒരു പ്രതാപവും ഇല്ല എന്ന് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ഈ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. അഭിമാനത്തോടുകൂടി ഈ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്ന അന്തസ്സുള്ള യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ഈ ദീനിൽ ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാവിധ ഷർറുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിലെ രോഗികൾക്ക് ശിഫാ നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെ ഉൾപ്പെടുത്തണം. അള്ളാഹു എല്ലാവർക്കും, നമ്മുടെ സഹോദരങ്ങൾക്ക്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾക്ക് സമാധാനവും ആശ്വാസവും ശിഫാവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. اللهم اغفر لنا وارحمنا. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.